അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ നേതാവും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയുമായ ലോറ ലൂമറുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ ലോറയുടെ മുൻകാല ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിരുന്നു. ഇന്ത്യക്കാരുടെ ശുചിത്വത്തെയും ബുദ്ധിയെയും കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ അശ്ലീലവും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ അടങ്ങിയ പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യയിൽ നടന്ന ഒരു മാധ്യമ കോൺക്ലേവിനിടെ സംസാരിക്കവേ തന്റെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളിൽ ലോറ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. തന്റെ പരാമർശം ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു ലോറ ലൂമർ പറഞ്ഞത്. അതേസമയം H-1B വിസ പ്രോഗ്രാമിനെതിരായ തന്റെ നിലപാടിൽ ക്ഷമ ചോദിക്കാനില്ലെന്നും ലോറ ചൂണ്ടിക്കാട്ടിയിരുന്നു. H-1B വിസ പ്രോഗ്രാമിനെ എതിർത്തതിൽ ക്ഷമ ചോദിക്കില്ലെന്നും അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് തന്റെ ജോലിയെന്നുമാണ് ലോറ ലൂമറുടെ പ്രതികരണം. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: H-1B വിസ പ്രോഗ്രാമിനെ എതിർത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കാൻ പോകുന്നില്ല. കാരണം അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ ജോലി. നമ്മുടെ കുടിയേറ്റ തൊഴിൽ നിയമങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയും ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജോലി കണ്ടെത്താൻ കഷ്ടപ്പെടുന്ന അമേരിക്കൻ തൊഴിലാളികൾക്കായി ഞാൻ പോരാട്ടം തുടരും. H-1B വിസയിലൂടെ കുറഞ്ഞ വേതനത്തിന് ഇന്ത്യക്കാരെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് വഴി സ്വന്തം രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇന്ത്യയിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കലാപങ്ങൾ ഉണ്ടാകും. അതിനാൽ അമേരിക്കക്കാരുടെ രോഷം ന്യായമാണ്. വലിയ ടെക് കമ്പനികൾ ലാഭത്തിനു വേണ്ടി അമേരിക്കക്കാരെ തൊഴിൽ രഹിതരാക്കുകയും ഇന്ത്യക്കാരെ അടിമകളാക്കുകയുമാണ്, ലോറ ലൂമർ പറഞ്ഞു. എന്നാൽ ലോറയുടെ ഈ വാദങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ അമേരിക്കൻ അഡ്വക്കസി കൗൺസിൽ രംഗത്ത് എത്തിയിരിക്കുകയാണ്. H-1B ജീവനക്കാർ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്നവരല്ലെന്നും ഫെഡറൽ നിയമപ്രകാരം ഇവർക്ക് ഉയർന്ന വേതനം നൽകുന്നുണ്ടെന്നും കൗൺസിൽ വ്യക്തമാക്കുന്നു. നിലവിലെ കണക്കുകൾ പ്രകാരം ഒരു H-1B ജീവനക്കാരന്റെ ശരാശരി വാർഷിക ശമ്പളം $1,10,000 മുകളിലാണ്. ഇത് അമേരിക്കയിലെ പൊതുവായ ശരാശരി വരുമാനത്തെക്കാൾ വളരെ കൂടുതലാണ്. അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, മറിച്ച് രാജ്യത്ത് അനുഭവപ്പെടുന്ന വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് നികത്താനാണ് ഈ വിസ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നൂതന സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ ആഗോള പ്രതിഭകളുടെ സേവനം അമേരിക്കയ്ക്ക് അനിവാര്യമാണ്. ആരോഗ്യ മേഖലയിലും ഇവരുടെ പങ്ക് നിർണായകമാണ്. അമേരിക്കയിലെ 4-1 ഡോക്ടർമാരും വിദേശത്ത് ഉള്ളവരാണ്. ഇവർ പ്രധാനമായും ഗ്രാമീണ മേഖലകളിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. ടെക്സസ്, അരിസോണ തുടങ്ങിയ വികസിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിദേശ എഞ്ചിനീയർമാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കുടിയേറ്റ നിയമങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ഇന്നത്തെ നൂതന സാങ്കേതിക മാതൃകയും വിദേശ പ്രതിഭകളെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും അഡ്വക്കസി കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇനി ആരാണ് ലോറ ലൂമർ എന്ന ഹ്രസ്വമായി നോക്കാം. അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ നേതാവ് ലോറ ലൂമർ കുടിയേറ്റത്തിനെതിരായ ശക്തമായ നിലപാടുകൾ കൊണ്ട് അമേരിക്കയിൽ ശ്രദ്ധേയയാണ്. പ്രത്യേകിച്ച് H-1B വിസ പ്രോഗ്രാമിനെതിരെ ലോറ പലപ്പോഴും രംഗത്ത് എത്തിയിട്ടുണ്ട്. H-1B മാർഗം കോർപ്പറേറ്റ് കമ്പനികൾ അമേരിക്കൻ ജീവനക്കാരെ മാറ്റി വിദേശികൾക്ക് ജോലി കൊടുക്കുന്നു എന്നാണ് ലോറയുടെ പ്രധാന ആരോപണം. കഴിഞ്ഞ വർഷം ഡിസംബറിൽ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ഒരു വർഷം മുമ്പ് H-1B വിസ പ്രോഗ്രാമിനെതിരെ താൻ യുദ്ധം ആരംഭിച്ചുവെന്ന് ലോറ വ്യക്തമാക്കിയിരുന്നു.